ചുരിദാറുകൾ കണ്ടിട്ട് ആൾക്കധികം പ്രായമില്ലാന്ന് തോന്നുന്നു. തടി ഒരു പാകത്തിനേ ഉള്ളൂ. ഇനിയിപ്പോ തടി കൂടിയാലെന്താ? അത് ശരി, തുണിയുടെ അടിയില്. അപ്പൊ ഇതാണല്ലേ ടെക്നിക്ക്. വൃത്തികേട് കാണിക്കരുത്. കാക്ക. അതോ? അല്ലല്ല, കാക്ക കൊത്തി തറയിലിട്ടു. മുങ്ങാ പിള്ളേര് മുങ്ങിയെടുത്തു. നീ എന്നെ കൊടുത്ത് പറയിപ്പിക്കരുത്. കൂടുതലൊന്നും പറയരുത്. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്. അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. അയ്യോ, മനുഷ്യനെ നാണം കെടുത്താൻ. വേറെ ഒരു തുണി തൊട്ടാലും ഇത്രയും പ്രശ്നമില്ല. അവിടെ കിടക്ക. എന്റെ അമ്മേ. ചേട്ടത്തി, എന്താ ഇത്? കുറച്ച് കൊടംപുളിയാ. രതീഷ് നാട്ടിൽ നിന്നുണ്ടോ? കാശ് വാടകയെന്ന് കുറയ്ക്കുവോ? എന്തോ ചേട്ടത്തി പറയുന്നേ? അല്ല, ഇതുപോലുള്ള അബദ്ധമൊന്നും നീ മുമ്പ് ചെയ്തിട്ടില്ല. അതാ. അവിടെ ഞാൻ എടുത്തോളാം. ചേട്ടത്തി പിടിച്ചേ. സംഭവം ഗ്യാസ് ആണെങ്കിലും ഒടുക്കത്തെ വെയിറ്റാണ് എടുത്തി. മനുഷ്യപ്പറ്റുള്ള ഇനോണോ? മിണ്ടാനും പറയാനൊക്കെ പറ്റുമോ എടുത്തി? ആര്? മറ്റേ കൊച്ച്. കൊടംപുളി ഇട്ട് മീൻ വെച്ച ബെസ്റ്റാ. ആരും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നേ. ഞാനിപ്പോ അതുകൊണ്ട് കാശൊന്നും മുറിയിൽ വെക്കില്ല. റിസ്ക് കുറച്ച് വാങ്ങണം. നാളെ വാങ്ങാം. മോളുടെ പ്രായത്തിലുള്ള കുട്ടീനെ തന്നെ കൂട്ടിട്ട് നന്നായില്ല എടുത്തി. മോളിന് സെപ്പറേറ്റ് മീറ്റർ വെക്കണം. ഓ, ബില്ല് ഭയങ്കരമായിട്ടൊന്നും കൂടി. കാണാൻ കൊള്ളാവുന്നതും അവിവാഹിതയുമായി ചെറുപ്പക്കാരി ഒറ്റയ്ക്ക് താമസിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പുറത്ത് ഞാനായതുകൊണ്ട് പിന്നെ കാണാൻ കൊള്ളുന്ന കൊച്ചി ഹാർബറിലെ മീനാ നല്ലത്. വിലയും കുറവാ. എന്നാ കുറച്ച് വാങ്ങി അങ്ങോട്ട് പുഴുങ്ങി തിന്ന്. നീ ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് പോടാ. തന്നെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യാ മതി. പിന്നെ തിരുവനന്തപുരത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട്ടെ ഉത്തരം പറയും. എന്നിട്ട് കൊച്ചിന് മീനും തിന്നണം. ഒറ്റയ്ക്ക് 1.5 കിലോ മീൻ പപ്പ പുടം കളാണ്ടിരുന്ന് തിന്നണാടാ. എന്നിട്ടും ആർത്തി ഈ കൊച്ചിൻ ഹാർബർ കണ്ടുപിടിച്ചവനെ കപ്പലേറ്റി കൊല്ലണം. വൃത്തികെട്ടവൻ. സോറി, 2 ദിവസം പുറത്തുനിന്ന് കഴിക്കണം. നല്ല സുഖമില്ല, വയറുവേദന. എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി. സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന സമയം ശല്യപ്പെടുത്തരുത്. നോക്കിയും കണ്ടും നിന്നോളണം. പാവം. ആത്മാർത്ഥമായിട്ട് നടത്തിയ പരിശ്രമമാണ്. മുഴുവൻ കഴിക്കണം. പണ്ട് ലേബർ ക്യാമ്പിൽ നടത്തിയ പരീക്ഷണങ്ങളാ. ടച്ച് വിട്ടുപോയി. അത് തരുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും കാണും. നമ്മുടെ അടുത്തേക്ക് വന്ന് നീയാണ് എൻ്റെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്ന് പറയുന്ന ഒരാൾ കാണും. പക്ഷേ നോക്കണ്ടേ, അടുത്തുള്ളത് ആരാണ് എന്ന് കണ്ടുപിടിക്കണ്ടേ? ലോകം മുഴുവൻ നിറയുന്ന ഈ ആരാണെന്ന് അറിയണ്ടേ? അത് നോക്കാതിരുന്ന എങ്ങനെ അറിയാനാ? പിന്നെ നമ്മൾ എങ്ങനെ? ജനറേറ്റർ റൂമിന്റെ ചാവി. കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ കറങ്ങി നടക്കരുത്. ഓണാക്കിയേക്കണം. ഞാൻ ഒന്ന് വീഡിയോ പോയിട്ട് വരാം. അല്ല, അതിന് ജങ്കാറ സമയം കഴിഞ്ഞില്ലേ? അത് കുഴപ്പമില്ല. ഞാൻ റോഡ് വഴി പോക്കോളാം. അയ്യോ, 10-25 കിലോമീറ്റർ അപ്പുറം കറങ്ങി അടിച്ചു പോകാനോ? അതിന് മാത്രം തന്നെ അത്യാവശ്യം. അതെ, ബ്രോയിന് സ്വപ്നം കണ്ടു. വല്ലാത്തൊരു കരച്ചിലാ. വിശന്നിട്ടാന്ന് തോന്നണേ. ലവ് ബീഡ്സ് കേട്ടാ എല്ലാരും പെണ്ണുങ്ങളെ സ്വപ്നം കാണും. ഇങ്ങനെ പട്ടീന്റെ സ്വപ്നം കേട്ടേക്കുന്നു. പോക്കും കഴിഞ്ഞു.
പോ പോ നിന്നെ പാരങ്ങട് പിടിച്ച് അങ്ങോട്ട് പോടാ ഒച്ചിട്ടക്കല്ലേ നീ കേറി പോയേ മകളുണ്ടാക്കാതെ സ്നേഹ പ്രകടനം നിന്നെ ചേർത്ത് എഴുന്നേറ്റു ഏതവനാണെന്ന് അയ്യോ നിനക്കെന്താണ് അവിടെ കാര്യം? ആരാണെന്ന്? എവിടെയാണ് എന്തിനാണ് ആൾക്കാർ അലർന്നത്? എന്താ ചേർത്തി എന്താ നടന്ന പോലെ തോന്നണു? തോന്നലല്ല, നടന്നു. റോഡ് സൈഡ് അല്ലേ, ഇതൊന്ന് കാര്യാക്കണ്ടെന്ന് വീട്. എന്ത്? അല്ല എന്തൊന്നും നടന്ന കാര്യം പറഞ്ഞു. ആര്? ആരോ? അപ്പൊ തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ SI ആയിരുന്ന സ്റ്റേഷനാ. കളി മാറും. എന്നെ വിളിച്ച പോരായിരുന്നു, ഇതിനൊക്കെ എന്തിനാ പോലീസിനെ വിളിക്കുന്നേ? തീക്കട്ടി ഉറുമ്പരിക്കുന്നു കാണണമല്ലോ. അവൻ ഇനി ഇതിനകത്തെങ്ങാനും വന്നാ തീർന്നു. അതാണ്. പരിശ്രമം ഗംഭീരായിരിക്കുന്നു. കറി നന്നായിട്ടുണ്ട്. മുഴുവനും കഴിച്ചു. എന്താ അതിന്റെ പേര്? അസ്ത്രം. അസ്ത്രം കൊള്ളാലോ. ഞങ്ങൾ ഓണാട്ടുകാരക്കാരുടെ കറിയാണ് കഞ്ഞിയും അസ്ത്രവും. അതാ കോമ്പിനേഷൻ. ഏതായാലും അസ്ത്രം ഏറ്റുട്ടോ. ഏക്കണമല്ലോ. അതെ, അസ്ത്രത്തിന്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വിളിച്ചാ മതി. ഇതാണ് എന്റെ നമ്പർ.